വണ്ടിപ്പെരിയാറിൽ വീണ്ടും മോഷണം. വീട് പണിയാൻ വെച്ചിരുന്ന 1 ലക്ഷം രൂപയാണ് മോഷ്ടാവ് അപഹരിച്ചത്. ഇന്നലെ പട്ടാപ്പകൽ 57 മൈലിൽ താമസിക്കുന്ന കാളിദാസ്, ഷീന ദമ്പതികളുടെ വീട്ടിലാണ് കള്ളൻ കയറിയത്. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വണ്ടിപ്പെരിയാറിൽ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പട്ടാപ്പകൽ മോഷണം തുടങ്ങിയിരിക്കുകയാണ്. വണ്ടിപ്പെരിയാർ 57 മൈൽ രമ്യ ഭവനിൽ കാളിദാസ്, ഷീന ദമ്പതികളുടെ വീട്ടിലാണ് ഇന്നലെ പകൽ സമയം മോഷണം നടന്നത്. കാളിദാസ് ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. ഭാര്യ എസ്റ്റേറ്റ് ജോലിയും ചെയ്തു വരുന്നു. ഇവർ രണ്ടുപേരും ജോലിക്ക് പോയ സമയം നോക്കി വീടിന്റെ മേൽക്കൂര തകർത്ത് അകത്ത് കയറിയ മോഷ്ടാവ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 1 ലക്ഷം രൂപയാണ് അപഹരിച്ചത്. ഇതോടൊപ്പം ഷീന അയൽക്കൂട്ടത്തിൽ നിന്നും വാങ്ങിവെച്ച രൂപയും അപഹരിച്ചു. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വീടിന്റെ ജനൽച്ചില്ലകളും അടിച്ചു തകർത്ത നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഞങ്ങൾ ഭാര്യയും ഭർത്താവുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. പിള്ളേരെ രണ്ടുപേരും കെട്ടിച്ചു കൊടുത്ത. മോൻ ആലപ്പുഴയിലും മകൾ വശപ്പുണിയിലുമാണ്. അപ്പം എൻ്റെ ഭാര്യ എസ്റ്റേറ്റ് ജോലി ചെയ്യുന്ന MMJ എസ്റ്റേറ്റിൽ പെർമനൻ്റാണ്. ഞാൻ ഓട്ടോ തൊഴിലാളിയാണ്. അപ്പോൾ രാവിലെ 7 മണിക്ക് ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് എൻ്റെ ഭാര്യയും ഞാനും ഇറങ്ങി. ഭാര്യ ഇതിലേ കൂടെ കാട്ടിലേക്ക് പോകും, ഞാൻ വണ്ടി റോട്ടിലിട്ട് വണ്ടി അതിലേ പോകും. പോയിട്ട് വൈകിട്ടാണ് ഭാര്യ വരുന്നത്. സ്റ്റാൻഡിൽ ഓടുന്ന ദിവസം ഞാൻ ഉച്ചയ്ക്ക് വന്ന് 1 മണിയാകുമ്പോൾ അല്ലെങ്കിൽ 12 മണിയാകുമ്പോൾ ഒന്ന് ഭക്ഷണം കഴിക്കും. കഴിച്ചിട്ട് വന്ന് 2 മണിയായിട്ട് വീട്ടിൽ നിന്ന് പോകത്തുള്ളൂ. ഇന്നലെ ജില്ലാ കമ്മിറ്റി ആയതുകൊണ്ട് രാവിലെ 7:30 ഞങ്ങൾ പോയതാണ്. ഭാര്യ ജോലിക്ക് പോയി, ഞാൻ പോയിട്ട് ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ് 2 മൈൽ അടുക്കാറാകുമ്പോഴാണ് ഭാര്യ ഫോൺ ചെയ്യുന്നത്. വീട് തുറന്ന് ഉച്ചയ്ക്ക് വന്നായിരുന്നു. ഞാൻ പറഞ്ഞ് കമ്മിറ്റിക്ക് പോയിട്ട് വന്നുകൊണ്ടിരിക്കുക, അതുകൊണ്ട് ഞാൻ വന്നിട്ടില്ല, ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോൾ വീട് തുറന്ന് കിടക്കുക. ഞാൻ പറഞ്ഞു വീട്ടിൽ തുറന്ന് കിടക്കുന്ന ആരും കയറണ്ട, ഒച്ചയിടാക്കാൻ പറഞ്ഞു. അപ്പോൾ ഒച്ച ഉണ്ടാക്കി വിളിച്ചപ്പോൾ മുകളിൽ നിന്ന് എൻ്റെ അളിയനൊക്കെ ഓടി വന്നപ്പോൾ ഞാൻ തന്നെ അവിടെ ആ വീട്ടിൽ കയറണ്ട, ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു. 1/2 മണിക്കൂർ കൊണ്ട് ഞാൻ വന്ന് പാർട്ടിയിലേക്ക് അറിയിച്ചു. പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ട് വന്നപ്പോൾ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ 3 അലമാരി തുറന്ന് കിടക്കുന്നു. വീട്ടിലെ അപ്പുറത്തെ മുറിയിൽ സീറ്റ് പൊട്ടിച്ച് ഏണി വെച്ചാണ് ഇറങ്ങിയിരിക്കുന്നത്. വീട് പണിയാൻ പൈസ വെച്ചിരുന്ന 1 ലക്ഷത്തിന് മുകളിലുള്ള പൈസ മോഷണം പോയിട്ടുണ്ട്. ശ്രദ്ധിച്ചത് ജനലൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ടിരുന്നു. അന്നേരം എനിക്കൊരു സംശയം തോന്നി. ഞാൻ അകത്ത് കയറാതെ തന്നെ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ അടുക്കാറാകുന്നതേ ഉള്ളൂ, ഞാൻ വന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തോന്ന് അറിയത്തില്ല, തിരക്കകത്തെല്ലാം ആകെ അലങ്കോലപ്പെട്ടേക്കുക, ജനലൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ടേക്കുക എന്ന് പറഞ്ഞു. അന്നേരം നീ അകത്ത് കയറണ്ട, അതേ ഞാനിപ്പോൾ വരുമെന്ന് പറഞ്ഞു. വീട്ടിൽ 3 അലമാരകളാണ് ഉണ്ടായിരുന്നത്. ഇത് 3ഉം കുത്തിത്തുറന്ന നിലയിലാണ് കണ്ടെത്തിയത്. ഇതോടൊപ്പം വീടിന്റെ മേൽക്കൂര തകർത്ത ഏണി കട്ടിലിൽ ചാരിവെച്ചാണ് മോഷ്ടാവ് വീടിനുള്ളിൽ കയറിയിരിക്കുന്നത്. സംഭവം വണ്ടിപ്പെരിയാർ പോലീസിൽ അറിയിക്കുകയും പോലീസ് ഇന്നലെ തന്നെ വീട് സുരക്ഷാ വലയത്തിലാക്കുകയും ചെയ്തു. തുടർന്ന് ഇന്ന് ഡോഗ് സ്ക്വാഡ്, വിരലടയാള വിദഗ്ധർ എന്നിവർ സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു. പൊട്ടിയ ജനൽച്ചില്ലകളും ഇത് പൊട്ടിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളും പോലീസ് നായ മണം പിടിക്കുകയും പ്രതിക്കായുള്ള തെരച്ചിൽ നടത്തുകയും ചെയ്തു. കൂടാതെ മോഷ്ടാവ് സ്പർശിച്ചിട്ടുള്ള മുഴുവൻ വസ്തുക്കളുടെയും വിരലടയാളം വിദഗ്ധർ ശേഖരിച്ചു വരികയാണ്. വീട് നിർമ്മാണത്തിനായി പോസ്റ്റ് ഓഫീസ് വഴി മാസങ്ങളായി കാളിദാസ് ഓട്ടോറിക്ഷ ഓടിച്ച് സ്വരൂപിച്ച രൂപയാണ് മോഷ്ടാവ് അപഹരിച്ചിരിക്കുന്നത്. വണ്ടിപ്പെരിയാറിന്റെ വിവിധ മേഖലകളിലായി ആളുകൾ ജോലിക്ക് പോകുന്ന തക്കം നോക്കി വീട്ടിൽ കയറി മോഷണം നടത്തുന്നത് പതിവായി തുടരുകയുമാണ്. പോലീസ് അന്വേഷണം ഊർജിതമാക്കി കഴിഞ്ഞു. വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ സുവർണകുമാറിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ TS ജയകൃഷ്ണൻ, മറ്റ് ഉദ്യോഗസ്ഥരായ MR മണിലാൽ, അഷറഫ് PK, കൃഷ്ണകുമാർ VK, N അരുൺകുമാർ, വിമൽ ദേവ്, വിഷ്ണു എന്നിവരടങ്ങുന്ന സംഘമാണ് അന്വേഷണം നടത്തുന്നത്. സമീപവാസികളെയും ഒപ്പം മുൻപ് ഇത്തരത്തിൽ പ്രതികളായിട്ടുള്ള ആളുകളെയും കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ട അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.